ഇരിക്കുന്ന കൂട്ടത്തിൽ ചില ആൾക്കെല്ലാം വലിയൊരു അത്ഭുതം തോന്നുന്നുണ്ടാവും. CK ഗോവിന്ദ മാഷ് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുമോ എന്ന് തോന്നുന്ന ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. കാരണം ഞാൻ 60 വർഷത്തോളമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്. SFIൻ്റെ പഴയ രൂപമായിട്ടുള്ള KSFിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. മയ്യിൽ ഹൈസ്കൂളിൽ ഞാനും ശ്രീമതി ടീച്ചറിൻ്റെ ഒരേ കമ്മിറ്റിയിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. മയ്യിൽ ഹൈസ്കൂളിൽ തുടർന്ന് പിന്നീട് ട്രെയിനിങ്ങിനൊക്കെ പോയതിന് ശേഷം ആണ് പിന്നീട് അധ്യാപകനായി വളരെ ചെറുപ്പത്തിൽ തന്നെ ജോലി പ്രവേശിക്കുന്നു. 19 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഞാൻ സ്കൂളിൽ അധ്യാപകനായി ജോയിൻ ചെയ്തു. പക്ഷേ അധ്യാപകനായി ജോയിൻ ചെയ്തപ്പോഴും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. 25-ാമത്തെ വയസ്സിൽ ഞാൻ KSYF, അതായത് DYFൻ്റെ ആദ്യ രൂപം KSYFൻ്റെ തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറിയാണ്. 25-ാമത്തെ വയസ്സിൽ 1975 അടിയന്തരാവസ്ഥയുടെ കാലം. അതിന് തൊട്ട് മുമ്പ് ഗോവിന്ദ മാഷായിരുന്നു, MB ഗോവിന്ദ മാഷായിരുന്നു അന്നത്തെ അടുത്ത സെക്രട്ടറി. അതായത് ജില്ലാ സെക്രട്ടറി ആയിട്ട് പോയി. ഞാനാണ് പിന്നീട് അവിടെ തളിപ്പറമ്പിൽ KSYFൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നത് അടിയന്തരാവസ്ഥയിൽ. തുടർന്ന് അടിയന്തരാവസ്ഥ നിങ്ങൾക്കറിയാം, ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ ധൈര്യം കാണിക്കാത്തൊരു കാലമാണ്. നിങ്ങൾക്കാർക്കും അനുഭവം ഉണ്ടാവില്ല, ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആർക്കും അടിയന്തരാവസ്ഥയുടെ അനുഭവം ഉണ്ടാവില്ല. അപ്പോൾ എത്രയോ പത്രക്കാരെ ക്രൂരമായി പീഡിപ്പിച്ചൊരു കാലമായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് പറഞ്ഞാൽ ആരും അതിന് മുതിരില്ല. എന്നാൽ അപ്പോഴാണ് ഞാൻ KSYFൻ്റെ താലൂക്ക് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അന്ന് മരിച്ചുപോയ CK നാരായണൻ കേട്ടിട്ടുണ്ട്, CMB ആയി പിന്നീട് അയാൾ പോയി. ആ CK നാരായണൻ പ്രസിഡന്റ്, സെക്രട്ടറി ഞാൻ. പിന്നീട് തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ KKM പരിയാരം സെക്രട്ടറി ആയിട്ടുള്ള ഏരിയ കമ്മിറ്റിയിൽ ഞാനും MB ഗോവിന്ദ മാഷും ഒരേ കമ്മിറ്റി മെമ്പർമാരാണ്. ആ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായി. അന്ന് ശ്രീകണ്ഠപുരം ഏരിയ വേറെ ഇല്ല. കൂട്ടുപുഴ പാലം മുതലിങ്ങ് ഇവരെല്ലാം എല്ലാം മലയോര മേഖല അന്ന് ഈ തളിപ്പറമ്പ് ഏരിയൻ്റെ കീഴിലാണ്. പിന്നീടാണ് ശ്രീകണ്ഠപുരം ഏരിയ രൂപീകരിച്ചത്. ശ്രീകണ്ഠപുരം ഏരിയ രൂപീകരിച്ചപ്പോൾ ആ ഏരിയയുടെ സെക്രട്ടറി ആയിട്ട് ഞാനാണ് ചുമതലയേറ്റത്, എന്നെയാണ് നിശ്ചയിച്ചത്. അത് 1981. അന്ന് എനിക്ക് ഏകദേശം 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഏരിയ സെക്രട്ടറി ആവുന്നത്. അതും പാർട്ടിക്ക് വളരെയേറെ സ്വാധീനം കുറഞ്ഞ മലയോര മേഖലയിൽ. യാത്രാ സൗകര്യം തീരെയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നടന്നിട്ട് 8-9 കിലോമീറ്റർ നടന്നിട്ടാണ് ശ്രീകണ്ഠപുരത്ത് എത്തുക. ശ്രീകണ്ഠപുരത്തും വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ശ്രീകണ്ഠപുരത്ത് മലപ്പുറത്ത് അടുത്ത കാലത്താണ് മലപ്പുറത്ത് വാഹനങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. കടത്ത് കടവും കടന്ന് ശ്രീകണ്ഠപുരം നടന്ന് അവിടുന്ന് ചെമ്പേരി, പയ്യാവൂർ, കുടിയാമല തുടങ്ങി മലയോര മേഖലയിൽ പോയാൽ 1 ദിവസം 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരിക. അവിടെ ഈ വാഹന സൗകര്യം കുറവാണ്. ആ ഘട്ടത്തിലാണ് അവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി ഞാൻ ചുമതലയേൽക്കുന്നത്. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയിൽ അന്ന് മലയോരത്തുണ്ടായിരുന്നത് KN ജോസഫായിരുന്നു. നിങ്ങൾക്ക് അറിയുണ്ടാവും, ജോസഫ് മരിച്ചുപോയി. പിന്നീട് അവിടെ നല്ല പാർട്ടി ശക്തിപ്പെട്ടു. നിരവധി പാർട്ടി കേഡേഴ്സ് അവിടെ ഉയർന്നു വന്നു. നിരവധി സഖാക്കൾ അവിടെ ഉയർന്നു വന്നു. അങ്ങനെ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ നിരവധി പാർട്ടി സഖാക്കൾ, യുവാക്കൾ നേതാക്കന്മാരായി മാറിയിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള PV ഗോപിനാഥ്, അഴീക്കോട് MLA ആയിട്ടുള്ള KV സുമേഷ്, ഇങ്ങനെ നിരവധി. അതെല്ലാം ജില്ലാ കമ്മിറ്റിയിൽ അതിന് താഴെയുള്ള ആളുകളുമുണ്ട്. ചെറുപ്പക്കാർ ആ ഇവിടെ വളർന്നു വന്നു. പാർട്ടി ശക്തിപ്പെട്ടു.
ഈ കാലഘട്ടത്തിൽ പിന്നീട് അപ്പോൾ ഞാൻ തന്നെയാണ് അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രവർത്തിച്ചത്. പിന്നീട് ഇടവേളകളിൽ ചുരുക്കം ഞാൻ അധ്യാപക ജോലിക്ക് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ, ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോൾ പിന്നീട് ജെയിംസ് മാത്യു, KR കുഞ്ഞിരാമൻ എന്ന് പറയുന്ന സഖാവും അവിടെ ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ടൈമിൽ. പിന്നെ വീണ്ടും ഞാൻ തന്നെ അവിടെ ചുമതലയേൽക്കേണ്ടത്, പാർട്ടി പറഞ്ഞ് ലീവ് എടുത്ത് ഏരിയ സെക്രട്ടറി പ്രവർത്തിക്കുന്നത് വീണ്ടും പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പിന്നെ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വീണ്ടും ചുമതലയെടുത്തു. നീണ്ട 20 വർഷക്കാലം ഞാൻ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. 20 വർഷക്കാലം ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയ ഞാൻ എന്തിനാണ് നിങ്ങൾ അരോചകമായി തോന്നുന്നത്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങളോട് പറയണമെന്നുള്ളതുണ്ട്. ഇല്ലെങ്കിൽ എന്നെ അറിയുന്ന, എൻ്റെ ചരിത്രം അറിയുന്ന കുറേ ആളുകൾ ഇതിലുണ്ടാവും. അവർ ധരിക്കും എന്തേ മാഷ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും കടുത്ത കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി തുടർന്ന് ഇന്നേ വരെ ഒരു ഓർലും അതിനെ ഏൽപ്പിക്കാത്ത മാഷ് എങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് നിങ്ങളിൽ പലരും സംശയിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കഥ പറയുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ കാലത്ത് അവിടെ നിന്നത്. പിന്നെ മയിൽ ഏരിയ കമ്മിറ്റി, മയിൽ കുറേയേറെ സംഘടനാ പ്രശ്നം മയിലുണ്ടായപ്പോൾ മയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ചുമതലയെടുക്കുന്നത് അവിടെയും ഞാൻ 5 വർഷം മയിലിൻ്റെ ചുമതലയെടുത്തു. പിന്നീട് തളിപ്പറമ്പിൻ്റെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും മണ്ഡലം കമ്മിറ്റി ചുമതലയായിട്ടും തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ചുമതലയായിട്ടും 10-15 വർഷത്തിലേറെ അവിടെയും പ്രവർത്തിച്ചു. ഇത്തരത്തിൽ സംഘടനാ രംഗത്ത് ഇത്രയും കാലം, ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും കാലത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഒരാൾ വേറെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഇതങ്ങനെ അവർ വേറിട്ട് ഇത്രയും കാലം 25 വർഷക്കാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളായിരുന്നു. 25 വർഷക്കാലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.